പ്രോബബിലിറ്റിയിലെ ബെയ്സ് തിയറമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബെയ്സ് തിയറം? ബെയ്സ് തിയറം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രപ്പോസിഷൻ ദാറ്റ് ദ പ്രോബബിലിറ്റീസ് ഷുഡ് ബി റിവൈസ്ഡ് വെൻ എ ന്യൂ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. പുതിയതായി കിട്ടുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്ത് പ്രോബബിലിറ്റി റിവൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബെയ്സ് തിയറത്തിൽ വരുന്നത്. റിവിഷന് മുമ്പും റിവിഷന് ശേഷവും അങ്ങനെ നമുക്ക് പ്രോബബിലിറ്റിയെ തരംതിരിക്കാം. പ്രോബബിലിറ്റീസ് ബിഫോർ റിവിഷൻ ആർ കോൾഡ് പ്രയർ പ്രോബബിലിറ്റീസ്. ദെൻ പ്രോബബിലിറ്റീസ് ആഫ്റ്റർ റിവിഷൻ ആർ കോൾഡ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റീസ്. പ്രോബബിലിറ്റി ഇതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബെയ്സ് തിയറം അപ്ലൈ ചെയ്യുന്നു. ബെയ്സ് തിയറത്തിൻ്റെ ഫോർമുല ഇതാണ്: പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ബി ഗിവൺ എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ബി. ദെൻ പ്രോബബിലിറ്റി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ബി ഗിവൺ എ പ്ലസ് പ്രോബബിലിറ്റി നോട്ട് എ ഇൻറ്റു പ്രോബബിലിറ്റി ബി ഗിവൺ നോട്ട് എ. ചുരുക്കി പറഞ്ഞാൽ ഫോർമുല നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉദാഹരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോർമുല എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ടോട്ടൽ 1000 സ്റ്റുഡൻസ് ഇൻ എ കോളേജ് കൺസിസ്റ്റ് ഓഫ് 500 സ്റ്റുഡൻസ് ഫ്രം BCom, 200 സ്റ്റുഡൻസ് ഫ്രം BA ആൻഡ് 300 സ്റ്റുഡൻസ് ഫ്രം BSc. A student was selected at random as the social work leader. What is the probability that the selected student was from BSc course? നമുക്കറിയാം 1000 കുട്ടികളാണ് ഒരു കോളേജിലുള്ളത്. അതിൽ 500 പേര് BCom, 200 പേര് BA, 300 പേര് BScക്ക് പഠിക്കുന്നു. ഒരു സ്റ്റുഡൻറ്റിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. ആ സ്റ്റുഡൻറ്റ് BSc കോഴ്സിൽ നിന്ന് വരാനായിട്ടുള്ള സാധ്യതയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫോർമുലയായിട്ട് പഠിച്ചത്. ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BScയിൽ നിന്ന് സ്റ്റുഡൻറ്റിനെ എടുക്കണം. ടോട്ടൽ BSc സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 300 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1000 ആണ്. 300 ഡിവൈഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 3/10. ഇത് പ്രോബബിലിറ്റിയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ പഠിച്ച രീതിയാണ്. പക്ഷേ ഇതല്ല ബേസ് തിയറം. പക്ഷേ ബേസ് തിയറം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു അവസ്ഥ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. എന്നാലേ നിങ്ങൾക്കത് തമ്മിൽ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഇതേ രീതിയിൽ പരിചയപ്പെടുത്തിയത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാണുമ്പോൾ സിമിലറായിട്ട് തോന്നും, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ആ ഒരു ചെറിയ വ്യത്യാസമാണ് ബേസ് തിയറം ഉപയോഗിക്കാനായിട്ടുള്ള കാരണം. 1000 സ്റ്റുഡൻസ് ഇൻ എ കോളേജ്, 500 സ്റ്റുഡൻസ് ഫ്രം BCom, 200 സ്റ്റുഡൻസ് ഫ്രം BA, 300 സ്റ്റുഡൻസ് ഫ്രം BSc. സെയിം തന്നെയാണ്. ഇനിയുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ? പ്രപ്പോർഷൻ ഓഫ് NSS വോളണ്ടിയേഴ്സ് ഫ്രം ദീസ് ക്ലാസ്സസ് ആർ 60% ഫ്രം BCom, 30% ഫ്രം BA ആൻഡ് 80% ഫ്രം BSc. എ സ്റ്റുഡൻറ്റ് വാസ് സെലക്ടഡ് അറ്റ് റാൻഡം ആസ് ലീഡർ ആൻഡ് ഈസ് ഫൗണ്ട് ആസ് NSS volunteer. What is the probability that the selected student was from BSc? ഇവിടെ നമുക്കറിയാം ലീഡറായിട്ട് തിരഞ്ഞെടുത്ത ആൾ NSS വോളണ്ടിയർ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഒരു സർക്കിൾ ഉണ്ട് അതിൻ്റെ നടുക്ക്. അപ്പോൾ സെലക്ഷൻ വന്നിരിക്കുന്നത് ആ സർക്കിളിൽ നിന്നാണ് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനൊരു അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ഫോർമുല ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓരോ ക്ലാസ്സിലെയും പ്രപ്പോർഷൻ NSS വോളണ്ടിയേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്. BComൽ 60% ആണെങ്കിൽ BAയിൽ 30% ഉള്ളൂ. പക്ഷേ BScയിലാണെങ്കിൽ 80% NSS വോളണ്ടിയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആ NSS വോളണ്ടിയേഴ്സിൽ നിന്ന് ഒരാളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. അതാണ് ബേസ് തിയറത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിവിടെ പ്രയർ പ്രോബബിലിറ്റി അറിയണം, പോസ്റ്റീരിയർ പ്രോബബിലിറ്റി അറിയണം. പ്രയർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻഫർമേഷനാണ്. ആദ്യത്തെ ഇൻഫർമേഷനായിരുന്നു നമുക്ക് തന്നത് 500 സ്റ്റുഡൻസ് ഫ്രം BCom, 200 സ്റ്റുഡൻസ് ഫ്രം BA, 300 സ്റ്റുഡൻസ് ഫ്രം BSc. അത് എണ്ണത്തിലാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്.
അതുകൊണ്ട് നമ്മൾ പ്രയർ പ്രോബബിലിറ്റീസ് ആയിട്ട് BCom 50%, BA 20%, BSc 30%, അതല്ലെങ്കിൽ 5/10, 2/10, 3/10 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ദെൻ എന്താണ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റീസ്? നമുക്കറിയാം അഡീഷണൽ ആയിട്ട് കിട്ടിയ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ പ്രോബബിലിറ്റി നമുക്കവിടെ തന്നിട്ടുണ്ട്. BComന് 60%, BA 30%, BSc 80%. ഇതിനെ ബേസ് ചെയ്ത് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജോയിൻ്റ് പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ജോയിൻ്റ് പ്രോബബിലിറ്റീസ് എന്താണ്? പ്രയർ പ്രോബബിലിറ്റീസും പോസ്റ്റീരിയർ പ്രോബബിലിറ്റീസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ജോയിൻ്റ് പ്രോബബിലിറ്റീസ് കിട്ടി. ഇത് കൂട്ടിക്കഴിയുമ്പോൾ നമുക്കിവിടെ 60% കിട്ടി. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്കിതിൽ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടുകയുള്ളൂ. നമുക്ക് നോക്കാം. പ്രയർ പ്രോബബിലിറ്റീസ്, പോസ്റ്റീരിയർ പ്രോബബിലിറ്റി സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രയർ പ്രോബബിലിറ്റീസിൻ്റെ താഴെ എല്ലാം എഴുതി. പോസ്റ്റീരിയർ പ്രോബബിലിറ്റീസിൻ്റെ താഴെ ഇൻ BA class 30%, NSS volunteers in BSc class 80%, NSS volunteers from BCom class 60%. ഇതാണ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി. അപ്പോൾ ഇങ്ങനെയൊരു ടേബിൾ നമ്മൾ തയ്യാറാക്കണം. താഴെ ഒരു ടേബിൾ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടേബിൾ തയ്യാറാക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. ഫോർമുല ബേസ് ചെയ്ത് കാൽക്കുലേഷൻ നടത്തുന്നതിനേക്കാളും എളുപ്പമാണ് ഇതേ രീതിയിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ജോയിൻ്റ് പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ജോയിൻ്റ് പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പ്രയർ പ്രോബബിലിറ്റി ഇൻറ്റു പോസ്റ്റീരിയർ പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ BA സ്റ്റുഡൻസിൻ്റെ ജോയിൻ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 20% ഇൻറ്റു 30%, BScയുടെ 30% ഇൻറ്റു 80%, BComൻ്റെ 50% ഇൻറ്റു 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.06, 0.24, 0.3. അങ്ങനെ ടോട്ടൽ 60% അല്ലെങ്കിൽ 0.6. ജോയിൻ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? ജോയിൻ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടൽ, അതായത് 0.6. 0.6ൽ ആദ്യത്തെ BAയുടെ പ്രപ്പോർഷൻ എത്രയാണ്? BAയുടെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 0.06 ഡിവൈഡഡ് ബൈ 0.6. ഇനി അതുപോലെ ടോട്ടലായിട്ടുള്ള 0.6. എന്താണ് ഈ 0.6? ടോട്ടലായിട്ടുള്ള NSS വോളണ്ടിയേഴ്സ്. അതിൽ BScയുടെ ഷെയർ എത്രയാണ്? അതാണ് 0.24 ഡിവൈഡഡ് ബൈ 0.6. അതുപോലെ BComൽ നിന്നും നോക്കുമ്പോൾ 0.3 ഡിവൈഡഡ് ബൈ 0.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1, 0.4, 0.5. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? BAയിൽ നിന്ന് ഒരു കുട്ടി സെലക്ട് ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി 10% ആണ്. BScയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത 40% ആണ്. BComൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത 50% ആണ്. ഓക്കെ, നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് അനാലിസിസ് നടത്താനുണ്ട്. നമ്മൾ കണ്ടുപിടിച്ച സമ്മറിയാണ് ഞാനിവിടെ വീണ്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ BA 10%, BSc 40%, BCom 50% എന്നൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ തയ്യാറാക്കിയ ഒരു ചാർട്ടും അല്ലെങ്കിൽ ടേബിളും ഒക്കെ അവിടെ ഉണ്ട്. ഇതൊന്നും പുതിയതല്ല. ഇനി നമുക്ക് ഈ ടേബിളിനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ഓരോന്നും നോക്കാം. BSc നേർക്ക് പ്രയർ പ്രോബബിലിറ്റി 0.3 എഴുതിയിരിക്കുന്നു. എന്താണ് ഈ 0.3 ഡിനോട്ട് ചെയ്യുന്നത്? 30% ഓഫ് ദ സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ് ഫോർ BSc. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ പ്രയർ പ്രോബബിലിറ്റിയുടെ താഴെ 0.3 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ്. 30% ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ് ഫോർ BSc. ദെൻ അടുത്ത കോളത്തിൽ 0.8 എന്ന് തന്നിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 80% ഓഫ് ദ BSc സ്റ്റുഡൻസ് ആർ NSS വോളണ്ടിയേഴ്സ്.
നമുക്കറിയാം BSc സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടലായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ 30%, അതായത് 300 സ്റ്റുഡൻസ്. ആ 300 സ്റ്റുഡൻസിൻ്റെ 80% NSS വോളണ്ടിയേഴ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 സ്റ്റുഡൻസാണ് BSc സ്റ്റുഡൻസിൽ NSS വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് 0.6, അതായത് ജോയിൻ്റ് പ്രോബബിലിറ്റീസിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട്. എന്താണ് ഈ 0.6 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 60% ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ആർ NSS വോളണ്ടിയേഴ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 1000 കുട്ടികൾ ആ കോളേജിലുണ്ട്. അതിൽ 60% സ്റ്റുഡൻസും NSS വോളണ്ടിയേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ കോളേജിൽ എത്ര NSS വോളണ്ടിയേഴ്സ് ഉണ്ട്? 1000 ഇൻറ്റു 60%, അതായത് 600 സ്റ്റുഡൻസാണ് കോളേജിലെ മൊത്തം NSS വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് 0.24 എന്താണ് സൂചിപ്പിക്കുന്നത്? 24% ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ആർ NSS വോളണ്ടിയേഴ്സ് ഫ്രം BSc. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ മൊത്തം കുട്ടികൾ അതിൽ 24%ഉം BScയിൽ നിന്നുള്ള NSS വോളണ്ടിയേഴ്സാണ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഇൻറ്റു 24%, അങ്ങനെ 240 സ്റ്റുഡൻസാണ് BSc ക്ലാസ്സിൽ പഠിക്കുന്ന NSS വോളണ്ടിയേഴ്സ്. ദെൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് 0.4 തന്നിരിക്കുന്നു. അതെന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആ 0.4 സൂചിപ്പിക്കുന്നത് 40% ഓഫ് ദ NSS വോളണ്ടിയേഴ്സ് ആർ ഫ്രം BSc. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSS വോളണ്ടിയേഴ്സ് എത്രയുണ്ട്? നമ്മൾ കണ്ടുപിടിച്ചു. കോളേജിലുള്ള മൊത്തം കുട്ടികളിൽ 600 സ്റ്റുഡൻസും NSS വോളണ്ടിയേഴ്സാണ്. അതിലെ 40%ഉം BSc ക്ലാസ്സിൽ നിന്നാണ്. തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത് തന്നെ ഇവിടെ ഇതേ രീതിയിൽ നമ്മൾ വീണ്ടും കണ്ടെത്തി, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ the probability of selecting a leader from BSc given that he is an NSS volunteer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40%. ഇതാണ് ബെയ്സ് തിയറം വഴി നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ബോൾട്ട് ഫാക്ടറി മെഷീൻസ് M1, M2, M3 produce 25%, 35% and 40% of the total output respectively. Out of the total production of these machines, 5%, 4% and 2% respectively are defectives. An item was selected at random from defectives. What is the probability that it was manufactured by machine M1? 2 യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. MG യൂണിവേഴ്സിറ്റിയിൽ BComന് 2020 ചോദിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ MComന് 2013 ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഇവിടെ എന്താണ് പ്രയർ പ്രോബബിലിറ്റി, എന്താണ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി, അത് നമ്മൾ കണ്ടെത്തണം. ദെൻ അടുത്ത സ്റ്റെപ്പ് ജോയിൻ്റ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പ്രോസസ്സെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊന്നുകൂടി നോക്കാം. പ്രയർ പ്രോബബിലിറ്റി, ആദ്യം കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ്? മെഷീൻ 1, മെഷീൻ 2, മെഷീൻ 3 പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷനാണ് 25%, 35%, 40%. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 100% കിട്ടും. പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്താണ്? നമുക്കറിയാം അഡീഷണലായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ. അഡീഷണലായിട്ട് എന്ത് ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്? എല്ലാ മെഷീനിൽ നിന്നും വരുന്ന പ്രൊഡക്ഷൻ്റെ ഡിഫക്റ്റീവ്സ് എന്ന് പറയുന്നത് യൂണിഫോം അല്ല. ആദ്യത്തെ മെഷീനിൽ നിന്ന് വരുന്ന ഡിഫക്റ്റീവ്സിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 5% ആണ്, രണ്ടാമത്തേൽ 4% ആണ്, പക്ഷേ മൂന്നാമത്തെ മെഷീനിൽ 2% മാത്രമേ ഉള്ളൂ. ഇതാണ് അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോളം ഫില്ല് ചെയ്തു. അടുത്തതായിട്ട് ജോയിൻ്റ് പ്രോബബിലിറ്റി. നമുക്കറിയാം ജോയിൻ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റിയും പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കിട്ടും. അതായത് ആദ്യത്തെ ജോയിൻ്റ് പ്രോബബിലിറ്റി 0.0125, ദെൻ 0.0140, 0.0008. അതിൻ്റെ ടോട്ടൽ 0.0345. എന്താണ് 0.0345 മീൻ ചെയ്യുന്നത്? ടോട്ടൽ പ്രൊഡക്ഷൻ്റെ അത്രയും ഭാഗം ഡിഫക്റ്റീവ്സ് ആണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ദാറ്റ് ഈസ് M1 മെഷീൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.0125 ഡിവൈഡഡ് ബൈ 0.0345, ദാറ്റ് ഈസ് 0.36. അതുപോലെ രണ്ടാമത്തെ മെഷീൻ്റെ
ജോയിൻ്റ് പ്രോബബിലിറ്റി രണ്ടാമത്തെ മെഷീൻ്റെ 0.014 ഡിവൈഡഡ് ബൈ ജോയിൻ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടൽ, ദാറ്റ് ഈസ് 0.0345. അതുപോലെ മൂന്നാമത്തെ മെഷീൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ നമുക്ക് 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്റ്റഡ് ഐറ്റം വാസ് മാനുഫാക്ചേർഡ് ബൈ മെഷീൻ M1, ദാറ്റ് ഈസ് 0.36. ഈ കിട്ടിയിരിക്കുന്ന 36% അല്ലെങ്കിൽ 0.36 അത് നമുക്ക് ബേസ് തിയറത്തിൻ്റെ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ആദ്യം പരിചയപ്പെടുത്താതിരുന്നത്, ആ സമയത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ടേബിൾ തയ്യാറാക്കിയിട്ട് പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചത്. നമുക്ക് നോക്കാം. ബേസ് തിയറത്തിൻ്റെ ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ബി ഗിവൺ എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ബി. എന്താണ് പ്രോബബിലിറ്റി എ സൂചിപ്പിക്കുന്നത്? ആദ്യത്തെ മെഷീനിൽ നിന്നും വരുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ്റെ പ്രൊപ്പോർഷൻ, ദാറ്റ് ഈസ് പ്രയർ പ്രോബബിലിറ്റി. ദെൻ പ്രോബബിലിറ്റി ബി ഗിവൺ എ എന്താണ് സൂചിപ്പിക്കുന്നത്? പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഐറ്റം. ബി എന്താണ് സൂചിപ്പിക്കുന്നത്? മെഷീൻ 1ൽ നിന്ന് വരുന്ന ഡിഫക്റ്റീവ്സ്, മെഷീൻ 2ൽ നിന്ന് വരുന്ന ഡിഫക്റ്റീവ്സ്, മെഷീൻ 3ൽ നിന്ന് വരുന്ന ഡിഫക്റ്റീവ്സ്, ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടുന്നത്. നമ്മുടെ നേരത്തെ കണ്ട ഡയഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ നടുക്ക് കാണുന്ന സർക്കിളാണ് പ്രോബബിലിറ്റി ബി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പറയാം. ഈ ഫോർമുലയിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി, ദെൻ പ്രോബബിലിറ്റി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടലാണ്. ഇതേ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. പലപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ആൻസർ പേപ്പർ നോക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളത്, ഒന്നുകിൽ കുട്ടികൾ ഫോർമുല തെറ്റിച്ചിട്ടുണ്ടാവും. ഇനി ഫോർമുല ശരിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് വാല്യൂസായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ തെറ്റിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിത് മനസ്സിലാക്കിയിട്ടല്ല ഇത് പഠിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ ടേബിൾ വെച്ചിട്ട് തയ്യാറാക്കി ആദ്യം പഠിക്കുക, അതിനുശേഷം നിങ്ങൾ ഫോർമുല വെച്ചും പഠിക്കുക. ടേബിൾ വെച്ച് തയ്യാറാക്കുമ്പോൾ സമയം കൂടുതലെടുക്കും. ഫോർമുല വെച്ചിട്ടാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്കതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് അതിന് നേർക്കുള്ള പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയാണ്. ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ബി എന്ന് പറയുന്നത് ജോയിൻ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടലാണ്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 36% കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഹോസ്റ്റൽ 40% are from Kerala, 50% from Karnataka and 10% from Tamil Nadu. The proportion of vegetarians among these hostelers are 60%, 40% and 60% respectively. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് വെജിറ്റേറിയൻസ് ഇൻ ദ ഹോസ്റ്റൽ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് സെലക്ടഡ് at random and found to be vegetarian, what is the probability that it was from Karnataka? രണ്ട് ക്വസ്റ്റ്യൻസും നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രയർ പ്രോബബിലിറ്റി ആദ്യം എഴുതുന്നു. പ്രയർ പ്രോബബിലിറ്റി നമുക്കറിയാം 40%, 50%, 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നതിന് മുമ്പുള്ള ഇൻഫർമേഷൻ. ഈ പ്രയർ പ്രോബബിലിറ്റീസ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി. നമുക്കറിയാം വെജിറ്റേറിയൻസിൻ്റെ പ്രൊപ്പോർഷൻ ഈ പല സ്റ്റേറ്റുകളിലും വ്യത്യാസമുണ്ട്. ആദ്യത്തെ കേസിൽ 60%, രണ്ടാമത്തെ കേസിൽ 40%, മൂന്നാമത്തെ കേസിലും 60% പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആയിട്ട് നമ്മളത് എഴുതി. ദെൻ ജോയിൻ്റ് പ്രോബബിലിറ്റി നമുക്കറിയാം പ്രയർ പ്രോബബിലിറ്റിയും പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.4 × 0.6, 0.5 × 0.4, 0.1 × 0.6 അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ജോയിൻ്റ് പ്രോബബിലിറ്റീസ് കിട്ടും. അതിൻ്റെ ടോട്ടൽ വരുമ്പോൾ 0.5 കിട്ടി. ഇത് സൂചിപ്പിക്കുന്നത് ഹോസ്റ്റലിലെ മൊത്തം കുട്ടികളിൽ 50%ഉം വെജിറ്റേറിയൻസ് ആണ് എന്നുള്ളതാണ്. ആ വെജിറ്റേറിയൻസ് 50% എങ്ങനെയാണ് വന്നത്? അതിൻ്റെ പ്രൊപ്പോർഷനാണ് അതിൻ്റെ മുകളിൽ കാണുന്നത്. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി നോക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ടോട്ടൽ 1 ആയിരിക്കണം. 1 കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. പ്രൊപ്പോർഷൻ ഓഫ് വെജിറ്റേറിയൻസ് ഇൻ ദ ഹോസ്റ്റൽ.
ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ജോയിൻറ്റ് പ്രോബബിലിറ്റീസിൻ്റെ ടോട്ടലാണത് വരുന്നത്, ദാറ്റ് ഈസ് 50%. ദെൻ അടുത്ത ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് വെജിറ്റേറിയൻ സെലക്റ്റഡ് ഈസ് ഫ്രം കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദ്യമുണ്ട്, ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ആൻഡ് ഫൗണ്ട് ടു ബി വെജിറ്റേറിയൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം കർണാടക. അപ്പോൾ സെലക്ട് ചെയ്ത ആൾ വെജിറ്റേറിയൻ ആണെന്ന് നമുക്കുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വി ഹാവ് ടു റിവൈസ് ദ പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രോബബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അവിടെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 40%. ഇനി ബേസ് തിയറത്തിൻ്റെ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റിയാണ്, ദാറ്റ് ഈസ് 0.5. ദെൻ പ്രോബബിലിറ്റി ബി ഗിവൺ എ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയാണ്, ദാറ്റ് ഈസ് 0.4. ദെൻ പ്രോബബിലിറ്റി ബി എന്ന് പറയുന്നത് ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുല വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 40% കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദെയർ ആർ 2 ബോക്സസ് കണ്ടെയ്നിങ് white and black balls. One box is chosen and a ball is selected at random from that box. The probability of selecting the first and second boxes are 60% and 40% respectively. In the first box there are 3 white and 7 black balls, and in the second box there are 8 white and 2 black balls. What is the probability of selection from the first box given that the ball selected is white? അപ്പോൾ ബേസ് തിയറം അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് ഏറ്റവും അവസാനം വരുന്നത്, ഗിവൺ ദാറ്റ് ദ ബോൾ സെലക്റ്റഡ് ഈസ് വൈറ്റ്. അതാണ് നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം പ്രയർ പ്രോബബിലിറ്റി എന്താണ്. പ്രയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ ബോക്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ്. 60%ഉം 40%ഉം നമുക്ക് തന്നിട്ടുണ്ട്. പ്രയർ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം, അല്ലെങ്കിൽ 100% കിട്ടണം. പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എത്രയാണ്? നമുക്കറിയാം സെലക്ട് ചെയ്തിട്ടുള്ള ബോൾ വൈറ്റ് ആണെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ വൈറ്റിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്? ആദ്യത്തെ ബോക്സിൽ 10 ബോളുള്ളതിൽ 3 എണ്ണം വൈറ്റ് ആണ്, അതുകൊണ്ടാണ് 3/10 എന്ന് കിട്ടിയത്. രണ്ടാമത്തെ ബോക്സിൽ 8 വൈറ്റ് ബോൾസും 2 ബ്ലാക്ക് ബോൾസും, ടോട്ടൽ 10 ഉണ്ട്. അപ്പോൾ 8/10 ആണ് രണ്ടാമത്തെ ബോക്സിൻ്റെ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ജോയിൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പ്രയർ പ്രോബബിലിറ്റിയും പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.6 × 0.3, 0.4 × 0.8. അങ്ങനെ നമുക്ക് ഇതേ രീതിയിൽ ആൻസർ കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.18 ഡിവൈഡഡ് ബൈ 0.5 ഈസ് ഈക്വൽ ടു 0.36, 0.32 ഡിവൈഡ് ബൈ 0.5 ഈസ് ഈക്വൽ ടു 0.64. അത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടി. പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ഫ്രം ദ ഫസ്റ്റ് ബോക്സ് ഗിവൺ ദാറ്റ് ദ ബോൾ സെലക്റ്റഡ് ഈസ് വൈറ്റ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ബേസ് തിയറം ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി ബി ഗിവൺ എ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ബോക്സ് ആണ്. ദെൻ പ്രോബബിലിറ്റി ബി എന്ന് പറയുന്നത് ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടലാണ്. അങ്ങനെയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 36% കിട്ടി. ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഡോക്ടർ വിൽ ഡയഗ്നോസ് എ പർട്ടിക്കുലർ ഡിസീസ് കറക്റ്റ്ലി ഈസ് 0.6. The probability that the patient will die by his treatment after correct diagnosis is 0.4. The probability of death after wrong diagnosis is 0.7. A patient who had the disease died. What is the probability that the disease was not correctly diagnosed? ഇവിടെ നമുക്ക് നോക്കാം പ്രയർ പ്രോബബിലിറ്റിയും പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയും. ഇവിടെ പ്രയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് 0.6. അങ്ങനെയാണെങ്കിൽ ചെയ്യാതിരിക്കുന്നത് 0.4 ആണ്. ഇനി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ആൾ മരിക്കാം, ജീവിച്ചിരിക്കാം. അപ്പോൾ മരിക്കാനായിട്ടുള്ള സാധ്യതയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ രോഗം തിരിച്ചറിഞ്ഞു, പക്ഷേ എങ്കിലും മരിക്കാനുള്ള സാധ്യത, അതാണ് 0.4. ദാറ്റ് ഈസ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി. ഇനി ദ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ആഫ്റ്റർ റോങ് ഡയഗ്നോസിസ് ദാറ്റ് ഈസ് 0.7. അത് നമ്മൾ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആയിട്ട് അതിൻ്റെ നിരക്ക് എഴുതി. ഇനി നമുക്ക് ജോയിൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. കണ്ടീഷണൽ പ്രോബബിലിറ്റി അടുത്തായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0.24 ഡിവൈഡ് ബൈ 0.52, 0.28 ഡിവൈഡ് ബൈ 0.52. അങ്ങനെ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമുക്ക് കിട്ടി.
രണ്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റിയും കൂടിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടേണ്ടതാണ്. അത് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ചോദ്യത്തിന് ഉത്തരം എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഗിവൺ ദാറ്റ് ദ ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്. ബേസ് തിയറം ഉപയോഗിച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. റോങ് ഡയഗ്നോസിസ് നടന്നതിന് ശേഷം രോഗി മരിക്കാനായിട്ടുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ റോയിലുള്ള വാല്യൂസാണ് നമുക്ക് വേണ്ടത്. പ്രയർ പ്രോബബിലിറ്റി 0.4, പോസ്റ്റീരിയർ പ്രോബബിലിറ്റി 0.7 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ജോയിൻ്റ് പ്രോബബിലിറ്റി. ഇത് നമുക്ക് 0.538 എന്ന് കിട്ടി. അത് തന്നെയാണ് ടാബുലർ ഫോമിൽ നമ്മൾ ചെയ്തപ്പോഴും കിട്ടിയത്. An item can be manufactured by 3 machines X, Y and Z. All the 3 machines have equal capacity and are operated at the same rate. It is known that the percentage of defective items produced by X, Y and Z are 2%, 7% and 12% respectively. All that items produced by X, Y and Z are put into one bin. From this bin, one item is drawn at random and is found to be defective. What is the probability that this item was produced on Y? പ്രയർ പ്രോബബിലിറ്റി നമുക്കിവിടെ തന്നിരിക്കുന്നത് 3 മെഷീനും ഈക്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. 3ഉം ഈക്വൽ കപ്പാസിറ്റിയാണ്. 3ഉം ഒരേ സമയത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും ഒരേ രീതിയിൽ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രയർ പ്രോബബിലിറ്റി 1/3 ആണ്. അടുത്തതായിട്ട് തന്നിരിക്കുന്ന പെർസെൻറ്റേജുകളാണ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് അഡീഷണൽ ഇൻഫർമേഷൻ. ജോയിൻ്റ് പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 1/3 × 0.2, then again 1/3 × 0.7, then 1/3 × 0.12. ഇതേ രീതിയിൽ കിട്ടും. അതിൻ്റെ ടോട്ടൽ 0.07 എന്ന് കിട്ടി. ഇതിനെ ബേസ് ചെയ്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇതേ രീതിയിൽ കിട്ടി. 3 ടോട്ടൽ വരുമ്പോൾ 1 കിട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കും. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് മെഷീൻ വൈയുടെ പ്രയർ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 1/3. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് മെഷീൻ വൈയുടെ പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയാണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ജോയിൻ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടലാണ്. ഇത് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ആൻസർ കിട്ടും. അത് തന്നെയാണ് നമുക്ക് ടാബുലർ ഫോമിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, എ കമ്പനി ഹാസ് 2 plants to manufacture scooters. Plant 1 manufactures 80% of the scooters and plant 2 manufactures 20%. 85 out of 100 scooters are rated second quality at plant 1 and only 65 out of 100 scooters are rated standard quality at plant 2. What is the probability that a scooter selected at random came from plant 1 if it is known that the scooter is of standard quality? 2003 MG യൂണിവേഴ്സിറ്റിയിൽ MCOM ചോദിച്ച ചോദ്യമാണ്. നമ്മൾ പ്രയർ പ്രോബബിലിറ്റി എടുക്കുന്നു. നമുക്കറിയാം പ്രയർ പ്രോബബിലിറ്റി ഇവിടെ നേരിട്ട് തന്നിരിക്കുന്ന ആദ്യത്തെ ഇൻഫർമേഷൻ അതിൻ്റെ ടോട്ടൽ 1 ആണ്. 80%, 20% റെസ്പെക്റ്റീവ്ലി. ദെൻ അതുകൂടാതെ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുടെ പ്രൊപ്പോർഷനായിട്ട് അവിടെ പറയുന്നുണ്ട്. 85%, 65%. ദെൻ ജോയിൻ്റ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. അങ്ങനെ നമുക്ക് ഇതേ രീതിയിൽ ആൻസർ കിട്ടി. ജോയിൻ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടൽ 0.81 ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതേ രീതിയിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ 1 കിട്ടണം. അത് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ് 1ൽ നിന്നും വരാനായിട്ടുള്ള സാധ്യത എത്രയാണ്? ബേസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.8 ആണ്. ബി ഗിവൺ എ എന്ന് പറയുന്നത് 0.85. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ടോട്ടൽ ജോയിൻ്റ് പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 0.81. അത് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 84% കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫേം പ്രൊഡ്യൂസസ് സ്റ്റീൽ pipes in 3 plants A, B and C with the daily production volume of 5,000, 4,000 and 1,000 respectively. According to the past experience, it is known that the fraction of defective units produced by these plants are 2%, 5% and 10% respectively. If a pipe is selected from day's total production and found to be defective, find out from which plant the pipe came. Second question, what is the probability that it came from plant A? നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ. പ്രയർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരിട്ട് പ്രയർ പ്രോബബിലിറ്റി തന്നിട്ടില്ല.
പ്രൊഡക്ഷൻ്റെ നമ്പറാണ് തന്നിരിക്കുന്നത്. ഡെയിലി പ്രൊഡക്ഷൻ 5000ഉം 4000ഉം 1000ഉം അതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് 5/10, 4/10, 1/10 എന്ന് കിട്ടിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി തന്നിരിക്കുന്നത് എടുത്തെഴുതുക. 2%, 5%, 10%. ദെൻ അഗെയിൻ ജോയിൻ്റ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ജോയിൻ്റ് പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇതേ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ടോട്ടൽ 1 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഫൈൻഡ് ഔട്ട് ഫ്രം വിച്ച് പ്ലാന്റ് ദ പൈപ്പ് കെയിം. ടോട്ടൽ ഡിഫക്റ്റീവ്സ് വരുന്നതിൻ്റെ 50% മെഷീൻ വൈയിൽ നിന്നാണ്. ദെൻ 25% മാത്രമാണ് മെഷീൻ എക്സിൽ നിന്ന് വരുന്നത്. പിന്നെ 25% മെഷീൻ ഇസഡിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 50%ഉം മെഷീൻ വൈയിൽ നിന്ന് വരാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് നമുക്ക് എഴുതാൻ സാധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് കെയിം ഫ്രം പ്ലാന്റ് എ. അത് ബേസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ആദ്യത്തെ മെഷീൻ്റെ പ്രൊഡക്ഷൻ്റെ പ്രൊപ്പോർഷനാണ്. ദാറ്റ് ഈസ് 5/10. ദാറ്റ് ഈസ് പ്രയർ പ്രോബബിലിറ്റി. ദെൻ posterior probability of the first machine, that is 0.02. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ജോയിൻ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടലാണ് 0.04. അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/4 അതല്ലെങ്കിൽ 0.25 എന്ന ആൻസർ കിട്ടും.